ഹലോ, കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ OTT റിലീസ് ചെയ്യും. നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ടൊവിനോ തോമസ്, സുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നെരിവേട്ട. ചിത്രം ഈ വരുന്ന ജൂലൈ 11-ാം തീയതി മുതൽ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കാം. കമലഹാസൻ നായകനായ ചിത്രമായിരുന്നു തങ്ക് ലൈഫ്. ചിത്രം ഇപ്പോൾ മുതൽ നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. മൂൺ വാക്ക് എന്ന മലയാളി ചിത്രം ഈ വരുന്ന ജൂലൈ 8-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. വിനയ് ഫോർട്ട് നായകനായ ചിത്രമായിരുന്നു സംശയം. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം തന്നെ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. മമ്മൂട്ടി, ദിവ്യ പിള്ളെ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ബസൂക്ക. ചിത്രത്തിന് അത്യാവശ്യം ഒരു വിജയം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ബസൂക്ക എന്ന ചിത്രം ഉടൻ തന്നെ സി5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ടൊവിനോ തോമസ്, ഭാവന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നടികർ. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം തന്നെ സൈന പ്ലേ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യും. ലുക്മാൻ നായകനായ ചിത്രമായിരുന്നു കുണ്ടന്നൂരിലെ കുളിസിദ് ലഹള. ചിത്രം ഉടൻ തന്നെ സൈന പ്ലേ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അർജുൻ അശോകൻ നായകനായ ചിത്രമായിരുന്നു അൻപോട് കൺമണി. ചിത്രം ഇപ്പോൾ മുതൽ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം നേരത്തെ തന്നെ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT റിലീസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ മുതൽ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും ചിത്രം ലഭ്യമാണ്. ബൈ.